ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് വരാണ്ടിരിക്കുന്ന L2 എമ്പുരാന്റെ കാത്തിരുന്ന ആ ടീസർ നാളെ ജനുവരി 26 ഞായറാഴ്ച വൈകിട്ട് 7:07 യൂട്യൂബിലൂടെ പുറത്തു വരാനായിട്ടൊരുങ്ങുകയാണ്. 3 ഭാഗം സിനിമകളിൽ ഒരു ഭാഗം കൂടിയായ എമ്പുരാൻ എന്ന സിനിമ മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിക്കുന്ന മലയാളത്തിലെ ഈ വലിയ സിനിമ L2 എമ്പുരാന്റെ ടീസർ റിലീസിന് മുന്നോടിയായിട്ട് ഒരു വമ്പൻ ടീസർ ലോഞ്ച് ഇവന്റ് കൂടി നാളെ വൈകിട്ട് 6 മണി മുതൽ കൊച്ചിയിൽ നടക്കുകയാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ ടീസർ ലോഞ്ച് ഇവന്റ് യൂട്യൂബ് പ്രീമിയർ ഇതിനോടകം തന്നെ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലും ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു പ്രധാനമായിട്ടും പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ള റിപ്പോർട്ട് മറ്റു പല ഭാഷകളിലെ ടീസർ ട്രെയിലർ ലോഞ്ച് ഇവന്റ് എല്ലാം തന്നെ നടക്കുമ്പോൾ അതോടൊപ്പം തന്നെ ചില തിയേറ്ററുകളിൽ ആരാധകർക്കായിട്ട് ടീസർ പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ച നാം കാണാറുണ്ട്. അതേ രീതി ഇപ്പോഴത്തെ എമ്പുരാനും തുടരുകയാണ്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് കേരളത്തിൽ പല തിയേറ്ററുകളിലും മാത്രമല്ല വിദേശത്ത് USA അടക്കം ഇതിനോടകം തന്നെ ടീസറിന് ഫാൻ ഷോസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അവ സോൾഡ് ഔട്ട് ആകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടായിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അപ്പോൾ ടീസർ റിലീസിന് ഒരു ദിവസം മുന്നേ തന്നെ എമ്പുരാൻ ഗ്രൗണ്ട് ലെവൽ ഹൈപ്പ് എല്ലാം തന്നെ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് സംശയം പറയാം. ഇനി നാളത്തെ ടീസർ, നാളെ വരുന്ന ടീസർ തീരുമാനിക്കും സിനിമയുടെ ഹൈപ്പ് ഏത് ലെവലിലേക്ക് ഉയരണമെന്ന്. എമ്പുരാൻ ലാലേട്ടൻ നായകനായി എത്തുന്ന സിനിമയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ഇതുവരെ പുറത്തു വന്ന ഈ കാണുന്ന എല്ലാ പോസ്റ്ററുകളിലും ഒരു എൽ ഫാക്ടർ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ എടുത്തു പറയാനായിട്ടുള്ളത്. ടീസറിലെ ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും അടക്കമുള്ള ആവേശകരമായ രംഗങ്ങൾ കാണുവാനായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ ലൂസിഫറിന്റെ തിരക്കഥ ഇന്ന് DC ബുക്സ് വഴി മുരളി ഗോപി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ എമ്പുരാൻ വാർത്തകൾക്ക്.